ബി ജെ പിക്കാരും ആർ എസ് എസ്സുകാരും അടിസ്ഥാനപരമായിട്ട് വലിയ മാർക്സിസ്റ്റ് വിരോധികളായിരുന്നു. മാർക്സിസ്റ്റുകാർ അതുപോലെ തന്നെ ബി ജെ പി ആർ എസ് എസ് വിരുദ്ധരുമായിരുന്നു. പക്ഷേ അങ്ങനെ ഏറ്റുമുട്ടി പരസ്പരം മല്ലടിച്ച് പരസ്പരം കൊല്ലേണ്ടവരല്ല നമ്മൾ എന്ന് മുരളീധരനാണ് ആദ്യം പറഞ്ഞത്. മുരളീധരൻ പറഞ്ഞത് കേന്ദ്രത്തിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും ബി ജെ പിയുടെ മുഖ്യ ശത്രു കോൺഗ്രസ്സാണ്, അല്ലാണ്ട് സി പി എം അല്ല എന്നുള്ളത്. അവിടെയാണ് ഒരു വലിയ മാറ്റം ഉണ്ടാവും. പിന്നീട് സി പി എമ്മും ആ രീതിയിൽ തന്നെ ചിന്തിക്കുകയും അനാവശ്യമായ വെട്ടും കുത്തും കൊലപാതകങ്ങളൊക്കെ കുറയുകയും ചെയ്യും. അതാണ് അതിൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു മാറ്റം. അതിനുശേഷം ഇവർ തമ്മിൽ അങ്ങനെ വലിയ ഒരു കൺഫ്രണ്ടേഷൻ ഇല്ലാതെ, ഏറ്റുമുട്ടലില്ലാതെ, ഉരസലില്ലാതെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷേപിക്കും. പക്ഷേ ബി ജെ പിക്കാർ വോട്ട് മാറ്റി സി പി എമ്മിന് ചെയ്യും എന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല. സി പി എംകാർ ബി ജെ പിക്ക് ഞാൻ അത്രയും കൂടി സാധ്യതയില്ല. വോട്ട് മാറ്റി ചെയ്തിട്ടുള്ള സഹകരണമല്ല, ബി ജെ പിയുടെ വോട്ട് ബി ജെ പി തന്നെ പിടിച്ചാൽ മതി. സി പി എമ്മിന് അതാ ഇഷ്ടം. ബി ജെ പിയുടെ വോട്ട് ഷെയർ വർദ്ധിക്കുന്നു. അതിൻ്റെ പരിണതഫലം സ്വാഭാവികമായിട്ടും കോൺഗ്രസ് തോൽക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ യു ഡി എഫ് തോൽക്കുക എന്നുള്ളതാണ്. യു ഡി എഫ് തോക്കാന്ന് വെച്ചാൽ പിന്നെ വേറൊരു മൂന്നാം ശക്തി ഇല്ലാത്തതുകൊണ്ട് ആ സ്ഥലത്തേക്ക് എൽ ഡി എഫ് വീണ്ടും ജയിച്ചു വരിക എന്നുള്ളതാണ്. അപ്പോൾ ഈ രീതിയിലൊരു മാറ്റം ഉണ്ടാകുമോ എന്നാണ് ഇപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾക്ക് കാണുന്നത്.